ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ ജോത്സ്യൻ ശംഖുമുഖൻ ദേവിദാസിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. ജോത്സ്യന് പണം നൽകിയെന്ന മൊഴി ഇന്നലത്തെ ചോദ്യം ചെയ്യലിലും ശ്രീതു ആവർത്തിച്ചിരുന്നു. കൂടുതൽ വ്യക്തതയ്ക്കായി പോലീസ് ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. റിമാൻഡിൽ കഴിയുന്ന പ്രതിക്കായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ കഴിയുന്ന ശ്രീതുവിനെ ഇന്നലെ രാത്രിയാണ് എസ്.പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തത്. 36 ലക്ഷം രൂപ ജോത്സ്യന് നൽകിയെന്ന മൊഴി ശ്രീതു ഇന്നലെയും ആവർത്തിച്ചു. സാമ്പത്തിക ആരോപണങ്ങളിൽ വിശദമായ പരിശോധന നടത്താനാണ് ജോത്സ്യനെ വീണ്ടും ചോദ്യം ചെയ്തത്. തന്നെ കൊലപാതകവുമായി കൂട്ടിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നാണ് ദേവിദാസന്റെ പ്രതികരണം. പിന്നെ ഇവർ ഈ പരാതി കൊടുത്തതിൻ്റെ കാരണം എന്തെന്ന് എനിക്കറിയില്ല. ഞാൻ അവരിൽ നിന്ന് ഒരു പൈസയും വാങ്ങിയിട്ടില്ല. പോലീസ് തെളിയിക്കട്ടെ. നെയ്യാറ്റിങ്കര സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. തനിക്ക് ഉൾവിളിയുണ്ടായപ്പോൾ കുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. എന്നാൽ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായി ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. 4 ടീമുകളായി തിരിഞ്ഞാണ് നിലവിലെ അന്വേഷണം പുരോഗമിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.